ഹലോ സുഹൃത്തുക്കളെ, ഈ പുതിയ സിനിമാറ്റിക് അവലോകനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കിടിലൻ ഒരു ഹൈ ഫാന്റസി ലോകത്തേക്കാണ് പോകുന്നത്. അതെ, ബ്രാൻഡൻ സാൻഡേഴ്സിന്റെ എലാൻട്രസ് എന്ന നോവലിലെ അതിമനോഹരമായ എന്നാൽ ഇന്ന് തകർന്നടിഞ്ഞ ഒരു മാന്ത്രിക ലോകത്തിന്റെ രഹസ്യങ്ങളാണ് നമ്മൾ അന്വേഷിക്കാൻ പോകുന്നത്. തികച്ചും ഒരു ഫോറൻസിക് അന്വേഷണം എന്ന് തന്നെ ഇതിന് വിളിക്കാം. എന്തുകൊണ്ടാണ് ഒരു കാലത്ത് ദേവന്മാരുടെ നഗരമായിരുന്ന എലാൻട്രസ് ഇന്ന് നരകതുല്യമായി മാറിയത്? ആ മാന്ത്രികവിദ്യയ്ക്ക് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? നമുക്ക് നോക്കാം. ശരി, നമുക്കിതിലേക്കങ്ങ് കടക്കാമല്ലേ? 10 വർഷം മുൻപുള്ള എലാൻട്രസിനെക്കുറിച്ചൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ശരിക്കും കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു പ്രകാശം, അക്ഷരാർത്ഥത്തിൽ തിളങ്ങുന്ന ഒരു നഗരമായിരുന്നു അത്. അവിടുത്തെ ആളുകളൊക്കെ വെള്ളി നിറത്തിലുള്ള ചർമ്മമുള്ള അനശ്വരരായ ദേവന്മാരെ പോലെയായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും രോഗശാന്തി നൽകാനും കഴിഞ്ഞിരുന്നു. ലോകത്തിന്റെ നാനാഭാഗത്തുനിന്നും ആളുകൾ ഒരു അനുഗ്രഹത്തിനായി ആ നഗരത്തിലേക്ക് ഒഴുകിയെത്തിയിരുന്നു. പൂർണ്ണമായും ഒരു സിനിമാറ്റിക് ദൃശ്യവിസ്മയമായിരുന്നു ആ നഗരം. എന്നാൽ ഇന്ന് നോക്കൂ, ആ പഴയ പ്രതാപമൊക്കെ എലാൻട്രസിന് എന്നേക്കുമായി നഷ്ടപ്പെട്ടുപോയി. തിളങ്ങുന്ന വെള്ളി നിറമുള്ള ചർമ്മവും അനശ്വരതയുമൊക്കെ ഉണ്ടായിരുന്നവർ ഒറ്റയടിക്ക് അഴുകുന്ന ശരീരമുള്ളവരായി മാറി. അവരുടെ മാന്ത്രികവിദ്യ പ്രവർത്തിക്കാതായി. തീരാത്ത വേദനകളും ഭ്രാന്തും നിറഞ്ഞ ഒരു ശവകുടീരമായി എലാൻട്രസ് മാറി. ഒരു കാലത്ത് അനുഗ്രഹമായിരുന്ന ഒന്ന് ഇന്ന് ഏറ്റവും വലിയ ശാപമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു വലിയ ചോദ്യമുണ്ട്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരം ഒറ്റ രാത്രി കൊണ്ട് എങ്ങനെയാണ് ജീവിക്കുന്ന മൃതദേഹങ്ങളുടെ ശവകുടീരമായി മാറിയത്? എവിടെയാണ് പിഴച്ചത്? ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ഈ രഹസ്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഈ വലിയ ദുരന്തം മനസ്സിലാക്കാൻ നമ്മൾ ആദ്യം അറിയേണ്ടത് ഷാവോഡ് എന്ന് വിളിക്കുന്ന ആ രൂപാന്തരത്തെക്കുറിച്ചാണ്. ഇതൊരു മാന്ത്രിക പ്രഹരമാണ് കേട്ടോ. പണ്ട് മനുഷ്യരെ ദിവ്യരായ എലാൻഡ്രിയന്മാരാക്കി മാറ്റിയിരുന്ന അതേ ഷാവോഡ് ഇന്നുവരെ ശപിക്കപ്പെട്ട രാക്ഷസന്മാരാക്കി മാറ്റുന്നു. അരേലിനിലെ രാജകുമാരനായ റയോഡൻ ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ തന്റെ ശരീരത്തിൽ കറുത്ത പാടുകൾ കാണുന്നതും തനിക്ക് ആ ഭയാനകമായ ഷാവോഡ് സംഭവിച്ചെന്ന് തിരിച്ചറിഞ്ഞ് എലാൻഡ്രസിലേക്ക് നാടുകടത്തപ്പെടുന്നതുമാണ് നമ്മുടെ ഈ രഹസ്യാന്വേഷണത്തിന്റെ തുടക്കം. അപ്പോ ഒരു അനുഗ്രഹമായിരുന്ന ഷാവോഡിനെ ഈ ശാപമാക്കി മാറ്റിയതെന്തായിരിക്കും? അതാണ് റിയോഡ് എന്ന് വിളിക്കപ്പെടുന്ന ആ മഹാദുരന്തം. കൃത്യം 10 വർഷം മുൻപ് ആർക്കും വിശദീകരിക്കാനാവാത്ത വിധം ഒറ്റ രാത്രി കൊണ്ടാണ് ആ നഗരത്തിന്റെ പ്രകാശമണഞ്ഞത്. മാന്ത്രികവിദ്യ പൂർണ്ണമായും തകർന്നു. ദേവന്മാരായിരുന്നവരെല്ലാം ഒറ്റയടിക്ക് ഇരുട്ടിലേക്ക് വീണുപോയി. ഈ ശാപത്തിന്റെ യഥാർത്ഥ ഭീകരത എന്താണെന്നറിയാമോ? എലാൻഡ്രസിലെ നിവാസിയായ ഗാലഡൻ പറയുന്നതുപോലെ അവർക്ക് മരിക്കാൻ കഴിയില്ല, എന്നാൽ അവരുടെ ശരീരത്തിന് രോഗശാന്തി നേടാനും കഴിയില്ല. ഒന്നാലോചിച്ചു നോക്കൂ, കാലിന്റെ വിരൽ എവിടെയെങ്കിലും തട്ടിയാലുണ്ടാകുന്ന ചെറിയ വേദന പോലും ഒരിക്കലും മാറില്ല. അങ്ങനെ ശരീരത്തിലുണ്ടാകുന്ന ഓരോ ചെറിയ മുറിവിന്റെയും വിശപ്പിന്റെയും വേദനകൾ സ്വരൂപിക്കപ്പെട്ട് അവസാനം സഹിക്കാൻ കഴിയാതെ ഭ്രാന്തി പിടിക്കുന്നൊരവസ്ഥ. ഇതാണ് റയോഡൻ അവിടെ അഭിമുഖീകരിച്ചത്. എയോൺ ഡോറിന്റെ രഹസ്യം മാന്ത്രികവിദ്യയുടെ ചുരുളഴിക്കുന്നു. മാന്ത്രികവിദ്യയെ ഒരു അത്ഭുതമായല്ല, മറിച്ചൊരു കൃത്യമായ ശാസ്ത്രമായി കണ്ട് നമ്മളെ ഡീകോഡ് ചെയ്യാൻ പോകുകയാണ്. കാരണം അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ പ്രശ്നം എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ കഴിയൂ. നോക്കൂ, ഈ എയോൺ ഡോർ പ്രവർത്തിക്കുന്നത് വളരെ കൃത്യമായ ജ്യാമിതീയ നിയമങ്ങളിലൂടെയാണ്. സ്റ്റെപ്പ് 1, ഡോർ എന്നൊരു അദൃശ്യ ശക്തിയുണ്ട്. സ്റ്റെപ്പ് 2, വായുവിൽ വിരലുകൾ കൊണ്ട് എയോൺ എന്ന് വിളിക്കുന്ന ചില പ്രത്യേക ചിഹ്നങ്ങൾ വരയ്ക്കുമ്പോൾ ആ ഡോറിലേക്കുള്ള ഒരു കവാടം തുറക്കപ്പെടുന്നു. സ്റ്റെപ്പ് 3, നിങ്ങൾ വരയ്ക്കുന്ന ആ എയോണിന്റെ കൃത്യമായ രൂപമാണ് അവിടെ എന്ത് മാന്ത്രിക ഫലമാണുണ്ടാകേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അത് പ്രകാശമോ രോഗശാന്തിയോ എന്തുമാകാം. ഇനി ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ മാന്ത്രികവിദ്യ പൂർണ്ണമായും നശിച്ചുപോയിട്ടില്ല. റയോഡൻ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം കണ്ടെത്തുന്നുണ്ട്. വായുവിൽ എയോണുകൾ വരയ്ക്കുമ്പോൾ അവ പെട്ടെന്ന് പ്രകാശിക്കുന്നുണ്ട്, ശക്തി പുറപ്പെടുവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതെവിടെയോ തടയപ്പെടുന്നു. ഊർജം പുറത്തുവരാൻ കഴിയാതെ ഒരു ചെറിയ ഞെരക്കത്തോടത് കെട്ടുപോകുന്നു. അതായത് മാന്ത്രികവിദ്യയ്ക്ക് പുറത്തേക്ക് വരാനുള്ള വഴി ബ്ലോക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബ്ലോക്ക് എവിടെയാണ്? അത് കണ്ടെത്താൻ റയോഡൻ ശ്രമിക്കുന്നത് എലാൻഡ്രസിന്റെ ഈ സിനിമാറ്റിക്കായ വാസ്തുവിദ്യയിലൂടെയാണ്. എലാൻഡ്രസും ചുറ്റുമുള്ള മറ്റ് 4 നഗരങ്ങളും നോക്കൂ. ഇതൊന്നും യാദൃശികമല്ല. അതെല്ലാം കൂടി ചേർന്നാൽ ഭീമാകാരമായ ഒരു എയോൺ രൂപപ്പെടുന്നുണ്ട്. അതായത് ആ പ്രദേശം മുഴുവൻ ഭൂമിശാസ്ത്രപരമായി വരച്ചുവെച്ചിരിക്കുന്ന വലിയൊരു മാന്ത്രിക കവാടമാണ്. നമ്മുടെ ഫോറൻസിക് അന്വേഷണത്തിലെ ഏറ്റവും വലിയ സൂചനകൾ ഇവിടെയാണ് കേട്ടോ. മാന്ത്രികവിദ്യ അടിസ്ഥാന രൂപങ്ങളെ ആശ്രയിച്ചാണല്ലോ. ഈ എയോണുകളുടെ അടിസ്ഥാന രൂപം അരേലൻ എന്ന രാജ്യത്തിന്റെ ഭൂപടത്തിന് സമാനമാണ്. 10 വർഷം മുമ്പുള്ള റിയോഡ് സമയത്ത്
ഒരു വലിയ ഭൂകമ്പമുണ്ടായി. അതെ, ആ ഭൂകമ്പം രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് പുതിയൊരു വലിയ ഗർത്തം സൃഷ്ടിച്ചു. അതായത് ഭൂപടം മാറി. അപ്പോൾ പഴയ ഭൂപടത്തെ അടിസ്ഥാനമാക്കി വരയ്ക്കുന്ന എയോണുകളെല്ലാം അപൂർണമാണ്. ഇവിടെയാണ് ഏറ്റവും നിർണായകമായ ആ ട്വിസ്റ്റ് വരുന്നത്. നിലവിലെ എയോണുകൾക്കൊന്നും ഭൂകമ്പം മൂലമുണ്ടായ ആ വലിയ ഗർത്തത്തിന്റെ രൂപം ഇല്ല. റേയോഡൻ ഇത് തിരിച്ചറിയുകയും താൻ വരയ്ക്കുന്ന എയോണിന്റെ താഴെ ആ ഗർത്തത്തെ സൂചിപ്പിക്കുന്ന ഒരു പുതിയ വര കൂടി ചേർക്കുകയും ചെയ്യുന്നു. ബൂം! ആ മാന്ത്രിക ചിഹ്നം പൂർണ്ണമാവുകയും ശക്തമായി പ്രകാശിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. പിഴവ്? മാന്ത്രിക വിദ്യയ്ക്കല്ല, ഭൂവിശാസ്ത്രത്തിനായിരുന്നു സംഭവിച്ചത്. പുനരുദ്ധാരണം. മാന്ത്രിക വിദ്യയുടെ ഭൂപടം മാറ്റിവരയ്ക്കുന്നു. 10 വർഷമായി തുടരുന്ന ആ വലിയ സമസ്യ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ഭൂപടം മാറ്റിവരച്ച് ആക്ഷനിലേക്ക് കടക്കാനുള്ള സമയമാണ്. ശത്രുസൈന്യം നഗരത്തെ ആക്രമിക്കാൻ തുടങ്ങുന്ന ആ ക്ലൈമാക്സ് നിമിഷം റിയോഡൻ നഗരത്തിന്റെ വാസ്തുവിദ്യയിലുള്ള ആ വലിയ എയോണിലെ വിടവ് കണ്ടെത്തുകയാണ്. ഒരു വലിയ വടി ഉപയോഗിച്ച് അവൻ ആ വലിയ ഗർത്തത്തിന്റെ രേഖ നഗരത്തിന്റെ അതിർത്തിയിൽ ആവേശത്തോടെ വരയ്ക്കുന്നു. ഇതോടെ 5 നഗരങ്ങളും കൂടിച്ചേർന്നുള്ള ആ ഭീമാകാരമായ എയോൺ റാവു പൂർണ്ണമാകുന്നു. പെട്ടെന്ന് 10 വർഷമായി തടഞ്ഞുവെക്കപ്പെട്ടിരുന്ന ഡോർ ഒരു വലിയ പ്രകാശച്ചുഴിയായി എലാൻഡ്രസിലേക്ക് അങ്ങ് ഇരച്ചു കയറുകയാണ്. ആ നിമിഷത്തിന്റെ ഒരു സിനിമാറ്റിക് ഭംഗി ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. പ്രകാശത്തിന്റെ ആ വലിയ പ്രവാഹത്തിന് നടുവിൽ നിൽക്കുമ്പോൾ റിയോഡനിൽ അതിശയകരമായ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. അഴുകിയ ആ ശരീരത്തിലെ മുറിവുകളെല്ലാം ഭേദമാകുന്നു. ചർമ്മം വീണ്ടും തിളങ്ങുന്ന വെള്ളി നിറത്തിലേക്ക് മാറുന്നു. ഒറ്റ നിമിഷം കൊണ്ട് എലാൻഡ്രിസിലെ എല്ലാവരും തങ്ങളുടെ പഴയ പ്രതാപത്തിലേക്ക്, യഥാർത്ഥ ദിവ്യത്വത്തിലേക്ക് തിരികെ വരികയാണ്. ഇത് വളരെ മനോഹരമായി കാണിച്ചു തരുന്നതെന്താണെന്നറിയാമോ? ആ ഘടനാപരമായ കൃത്യത. തകർന്ന മാന്ത്രികവിദ്യ എന്നത് ഒരു വൃത്താകൃതിയിലുള്ള ദ്വാരത്തിൽ ചതുരാകൃതിയിലുള്ള കുറ്റി അടിക്കുന്നതുപോലെയായിരുന്നു. ഊർജ്ജത്തിനു പുറത്തുവരാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ ഭൂമിശാസ്ത്രപരമായ മാറ്റം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ചെറിയൊരു രേഖ തിരുത്തിയപ്പോൾ മാന്ത്രികവിദ്യയ്ക്ക് ഭൗതിക ലോകത്തേക്ക് സുഗമമായി പ്രവേശിക്കാനുള്ള കവാടം ലഭിച്ചു. എന്നാൽ ഇവിടെ മാന്ത്രികവിദ്യ തിരികെ വരുന്നതിനു മുൻപ് തന്നെ നടന്ന വളരെ ഹൃദയസ്പർശിയായൊരു കാര്യമുണ്ട്. ശാപഗ്രസ്തരായ മനുഷ്യരെക്കൊണ്ട് റയോഡനും സെരീനയും ചേർന്ന് അവിടെ പുതിയ എലാൻഡ്രസ് എന്നൊരു സമൂഹത്തെ പടുത്തുയർത്തിയിരുന്നു. മാന്ത്രികവിദ്യയില്ലാതെ തന്നെ സഹാനുഭൂതിയും സ്നേഹവും ഇച്ഛാശക്തിയും ഉപയോഗിച്ച് അവരാ ഭ്രാന്തിനെയും നിരാശയെയും തോൽപ്പിച്ചിരുന്നു. ശരിക്കും മനുഷ്യചൈതന്യത്തിന്റെ അതിജീവനമായിരുന്നു ആ തകർന്ന നഗരത്തിലെ ഏറ്റവും വലിയ അത്ഭുതം, അല്ലേ? അപ്പോൾ ഈ ഗംഭീരമായ അവലോകനത്തിന്റെ അവസാനം നിങ്ങളെ ചിന്തിപ്പിക്കാൻ ഒരു ചോദ്യം ഞാൻ ബാക്കി വെക്കുകയാണ്. ഈ ലോകത്തെ മാന്ത്രികവിദ്യ മുഴുവനായും ഭൂപടത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് നമ്മൾ കണ്ടല്ലോ. എങ്കിൽ ഭാവിയിൽ മറ്റൊരു ഭൂകമ്പമുണ്ടാവുകയോ ഭൂമിശാസ്ത്രം വീണ്ടും മാറുകയോ ചെയ്താൽ ഇതിനൊക്കെ എന്ത് സംഭവിക്കും? എലാൻഡ്രസ് വീണ്ടും തകർന്നടിയുമോ? ഈ മനോഹരമായ എന്നാൽ ദുർബലമായ മാന്ത്രികവിദ്യയെക്കുറിച്ചുള്ള ചിന്തകളോടെ ഇന്നത്തെ ഈ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുന്നു. തീർച്ചയായും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം.